മലയാളത്തിൽ ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച പ്രൊഡക്ഷൻ കമ്പനിയാണ് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ്. 2011 ബാങ്കോക്ക് സമ്മർ എന്ന ചിത്രത്തിലൂടെയാണ് ഗുഡ്വിൽ സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കാലെടുത്തു വെച്ചത്. പിന്നീട് കസബ, ആൻമരിയ കലുപ്പിലാണ്, അബ്രഹാമിന്റെ സന്തതികൾ, ഷൈലോക്ക് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾ ഗുഡ്വില്ലിൽ നിന്ന് പുറത്തുവന്നു. കഴിഞ്ഞ വർഷത്തെ മികച്ച സിനിമകളിലൊന്നായ കിഷ്കിന്ധ കാണ്ഡത്തിന്റെ നിർമ്മാണവും ഗുഡ്വിൽ തന്നെയാണ്. മലയാളത്തിൽ ഏറെ വിവാദമായി മാറിയ കസബ എന്ന ചിത്രം നിർമ്മിച്ചത് ഗുഡ്വില്ലായിരുന്നു. 2016 ഈദ് റിലീസായെത്തിയ ചിത്രം സാമ്പത്തികമായി വലിയ വിജയം സ്വന്തമാക്കിയിരുന്നു. ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച രാജൻ സക്കറി എന്ന കഥാപാത്രം ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ആലോചിക്കുന്നുണ്ടെന്ന് പറയുകയാണ് നിർമ്മാതാവ് ജോബി ജോർജ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: കസബ എന്ന സിനിമ സാമ്പത്തികമായി വലിയ വിജയമായ ഒന്നാണ്. അതിന്റെ പേരിൽ പിന്നീട് പല വിവാദങ്ങൾ വന്നെങ്കിലും അതിന്റെ ബോക്സ് ഓഫീസ് പ്രകടനത്തെ ബാധിച്ചിട്ടില്ല. ആ സിനിമയ്ക്കും അതിലെ മമ്മൂക്കയുടെ ക്യാരക്ടറിനും ഇന്നും വലിയ ഫോളോയിങ് ഉണ്ട്. ആ സിനിമയുടെ രണ്ടാം ഭാഗം ആലോചനയിലാണ്. രൺജി പണിക്കർ ഒരു ഗംഭീര സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വേറെ ലെവലാണ് ആ സ്ക്രിപ്റ്റ്. ആ ക്യാരക്ടറിന് ഇപ്പോഴും സ്വീകാര്യതയുണ്ടെന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഇപ്പോൾ റിലീസായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിൽ രാജൻ സക്കറിയുടെ റെഫറൻസ് സീനുണ്ട്. ഞാൻ ആ പടം തിയേറ്ററിൽ നിന്ന് കണ്ടതായിരുന്നു. രാജൻ സക്കറിയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ തിയേറ്ററിൽ ഗംഭീര കയ്യടിയായിരുന്നു. അധികം വൈകാതെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ. ജോബി ജോർജ് പറഞ്ഞു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.